ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഉണ്ണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ആലപ്പുഴ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ രണ്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ കായലിലും ഹൗസ് ബോട്ടിലും നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇത് ഗ്യാലറിയിലുള്ള കാഴ്ചയാണ്, ഏറ്റവും മുകൾ ഭാഗത്തുള്ള കാഴ്ചയാണ്. ഇത് അവിടെ ഒരു ചെറിയൊരു ബോട്ട് പോണ കാണാം. അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടത്. കണ്ടോ, ഹൗസ് ബോട്ടുകൾ നിരന്ന് നിൽക്കണേ ബ്രേക്കിങ്ങിലും. അതാ ഒരു സ്പീഡ് ബോട്ടാ പോണ്ടോ, പോണ ഇവിടെ എന്താ നാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് ഉണ്ടോ. ഓ, അതിന്റെ വെള്ളമാണോ വന്നത്? ഇവിടെ എന്താ ഗ്രൗണ്ടോ? യെസ്, ഉണ്ടോ, അടിപൊളി തെങ്ങൊക്കെ നിൽക്കണ കാണാനേ. അതിന്റെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടാ, ഒന്ന് അടി കൊടുത്താണ് കണ്ടാ, നമ്മളെ ചെറുക്കന്മാരുണ്ട് മുകളില്. കണ്ടാ, അത്രേ ഉള്ളൂ. അവിടെ സ്പീഡ് ബോട്ട്. വേറൊരു ഹൗസ് ബോട്ട് അതാണ് അവിടെ. 10 സ്പീഡോ? കണ്ടോ, സ്പീഡ് കൂട്ടാൻ പോവാണ്. എവിടെ അല്ലേ? ഓലത് പുതിയതാണ്, ഇത് മോഡല് പഴയതാ. അത് വേറൊരു ബോട്ട് വരുന്നതില്ല, ചെറിയൊരു വെള്ളം. ഇത് മറ്റേ കോൺക്രീറ്റ് ആര വണ്ടിയാണോ അല്ലേ? അജ്മലൊന്നും ഇവിടെ ഇല്ലടാ. അജ്മലൊന്നും ഇവിടെ അല്ല. കുഞ്ഞാണിണ്ടോ? ആരുമില്ല. എന്നാ കുറച്ച് സ്പീഡ് കൂട്ടാൻ അതിനെ ഓർത്തിരിക്കുക. അതിലുണ്ടോ? എന്താ സംഭവം? ഒരു ഒറ്റപ്പെട്ട വീടല്ലേ? സായിപ്പോ റിസോർട്ടാ എന്താല്ലേ? അല്ലതിൽ വെള്ളം പൊങ്ങി അതൊക്കെ മൂടൂലേ? ബാക്കിലാണ് ഡ്രൈവർ തോന്നണല്ലേ? ഓക്സിജൻ സിലിണ്ടറൊക്കെ അവിടെ ഒന്നുണ്ട്. അവിടെ 1 2 ഇല്ല. അവിടെ അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ കാണാനുണ്ട്. അത് അമ്പലല്ലേ? റിസോർട്ടാ? അല്ല, അമ്പലം തന്നെയാണ്. ഇതെന്താ കുളവായും പച്ചപ്പായാലും ഇത് ഒലിക്കോ? എന്താ സ്പീഡിൽ ഇതുകൊണ്ട് വരുന്ന കാര്യമൊക്കെ. വാളയാറ കാണുന്ന കാര്യമാണ്. അവിടെ കുളവായും പച്ചപ്പായാലും പത്തിന്ന് ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇവിടെ. കായല് വേക്കി പോവാ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഹൗസ് ബോട്ടിന് ചിലവായിട്ടുള്ളത് 19,550 രൂപയാണ്. ഞങ്ങൾ 28 ആളുകളാണ് ഈ ഹൗസ് ബോട്ടിലുള്ളത്. ഈ ഹൗസ് ബോട്ടിലുള്ള ചിലവും ചായ, വെള്ളം ഇതൊക്കെ
കൂട്ടിയിട്ടാണ് ഈ 19,550. പിന്നെ ഞങ്ങൾക്ക് ആലപ്പുഴ വരെ ഉള്ള ബസ് ചാർജ് മൊത്തത്തിൽ 28 ആളുകൾക്ക് വന്നിട്ടുള്ളത് 20,000 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെ ഈ ആലപ്പുഴ ട്രിപ്പിൻ്റെ ഒന്നാമത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭാഗത്തേക്ക് നേരെ ചെല്ലും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ആലപ്പുഴ ബോട്ട് ഹൗസ് പുന്നമട കായലിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് കൈനഗിരി വഴിയാണ് ഈ ഒരു വലിയ വേമ്പനാട്ട് കായലിൽ വന്നിട്ടുള്ളത്. അനീസാണ്, നമ്മളെ അയൽവാസിയാണ്. ഒരു ബോട്ട് പോകുന്നുണ്ട്, അതിന് ചെന്നടിക്കല്ലേ? വെട്ടിച്ചോ അയ്യോ, അടിപൊളി. അപ്പൊ നമ്മളെ ബോട്ട് ഒരു ചെറിയൊരു വരപ്പിന് അടുപ്പിച്ചിട്ടുണ്ട്. പാട്ട് പാടി ഘോഷമിട്ട് കൂവിക്കൊണ്ട് ഞങ്ങൾ വണ്ടി ഔട്ട് കംപ്ലീറ്റ് ഞങ്ങളെ വന്ന് കരിമീനെത്തി. ഇതെന്താണ് സാധനം? അങ്ങനെയുണ്ട്. ഇതെന്താ സാധനം? ഇതാണ് സലാഡ്, ബീഫ് സലാഡ്. നമ്മുടെ നാട്ടിൽ ഇത് ക്യാബേജ് ഉപ്പേരി. നമ്മുടെ നാട്ടിലാണ് ഇതാണ് ചിക്കൻ. നമ്മുടെ നാട്ടിൽ ഇതിന് കോഴി എന്ന് പറയും. കാരണന്മാരോട് ഇരിക്കണമെന്ന് വെച്ചാലോ അതുകൊണ്ട് നല്ല ചിക്കൻ ഉണ്ടാവും. കരിമീൻ അവിടെ അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് ഈ വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാടിൻ്റെ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്ററാണ്. 14 കിലോമീറ്ററാണ് ഏറ്റവും കൂടിയ വീതി. അച്ചൻകോവിലാർ, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴയാറ്, പമ്പാ നദി, പെരിയാറ് തുടങ്ങിയ നദികൾ ഈ കായലിലാണ് ഒഴുകിയെത്തുന്നത്. ഇതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണോ? ഇതിൻ്റെ ആക്സിലേറ്റർ അതോ ഗിയർ? ഇത് പൊളിഞ്ഞിട്ട് അങ്ങോട്ട് ആ കൃഷിക്ക് വെള്ളം അടിച്ചു
പാതിരമണൽ ദ്വീപ്, പള്ളിപ്പുറം ദ്വീപ്, പെരുമ്പളം ദ്വീപ് തുടങ്ങിയ ദ്വീപുകളൊക്കെ വേമ്പനാട്ട് കായലിലാണ്. ഈ കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലുമായി ചേരുന്ന പ്രദേശത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഐസ്ക്രീമോ? ആ, നിങ്ങൾ നല്ല ആൾക്കാരാണല്ലോ. ബോട്ടിംഗ് പുളി ഉണ്ടോ? ബോട്ടിംഗ് പുളിയും അയ്യവാ. അപ്പൊ ബോട്ടിലാണ് ഐസ്ക്രീമൊക്കെ കച്ചവടം ചെയ്യണം കേട്ടോ. അത് അങ്ങോട്ട് അടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അമൂല ഐസ്ക്രീം കണ്ടോ, ഐസിന്റെ പെട്ടി, ഫ്രീസറൊക്കെ ഉണ്ട്. അടാ ഐസ്ക്രീം ആണോ? പുല്ലിട്ടണ മെഷീനോ? ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ആർക്കാരും ഐസ്ക്രീം ആണോ? ഐസ്ക്രീമിന്റെ വണ്ടിയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. എടാ കുണ്ടന്മാരെ ഐസ്ക്രീം ആണോ? ഐസ്ക്രീം 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 വേണ്ടവർക്ക് വാങ്ങാട്ടോ. ഐസ്ക്രീമിന്റെ വണ്ടിയാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഒരു ഐസ്ക്രീം കൊടുക്കേ. ഷാപ്പ് പോരാട്ടോ. ഷാപ്പ് കേട്ടപ്പോ ഓരോരുത്തർ നീക്കണ്ടല്ലേ. റാംസർ ഉടമ്പടി അനുസരിച്ച് അന്താരാഷ്ട്ര പ്രധാനമുള്ള ഒരു കായലായിട്ടാണ് വേമ്പനാട്ട് കായലിനെ അംഗീകരിച്ചിട്ടുള്ളത്. വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവുമാണ് വേമ്പനാട്ട് കായലിൽ ഉള്ളത്. മഴക്കാലത്ത് കായലിൽ നിന്നും കടലിലേക്ക് വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ് ആ സമയത്ത് ശുദ്ധജലം കിട്ടുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്നും കായലിലേക്കാണ് വെള്ളം ഒഴുകുക. ഇതുകൊണ്ടാണ് കായലിൽ വെള്ളം ഉപ്പുരസമുള്ളതാകുന്നത്. വേമ്പനാട്ട് കായലിലെ ഒരു പ്രധാന ആകർഷണമാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ നെൽകൃഷി ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ ബണ്ട്. കുട്ടനാട്ടിൽ വർഷം മുഴുവൻ ശുദ്ധജലം ലഭിക്കുന്നു. ഇത് കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് സഹായം ആയെങ്കിലും അനേകം പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. കായലിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടത് മൂലം കുട്ടനാട്ടിലെ കായലിലെ മാലിന്യം അടിഞ്ഞുകൂടുന്നുണ്ട്. ആഫ്രിക്കൻ പായലിൻ്റെ അനിയന്ത്രിതമായ വളർച്ചയുടെ കാരണവും തണ്ണീർമുക്കം ബണ്ടാണെന്ന് പറയപ്പെടുന്ന, എന്നിരുന്നാലും വേമ്പനാട്ട് കായലിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് തണ്ണീർമുക്കം ബണ്ടിൽ നിന്നുള്ളത്. അപ്പോൾ ഈ വേമ്പനാട്ട് കായലിൻ്റെ പരമാവധി നീളം എന്ന് പറയുന്നത് 96 കിലോമീറ്ററും പരമാവധി വീതി എന്ന് പറയുന്നത് 14 കിലോമീറ്ററാണ്. ഉപരിതല വിസ്തീർണം 1512 മീറ്റർ സ്ക്വയറും ഉപരിതല ഉയരം 0 മീറ്ററാണുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ട് തിരിക്കുകയാണ്. തിരിക്കല്ല, നമ്മൾ വന്ന വഴിയല്ല പോകണം, നമ്മൾ വേറെ വഴി കൂടെ നമ്മൾ കര
ടിക്കറ്റ് എടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്കിവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ കയറിയ ആ ബോട്ടിൽ കയറിയ സ്ഥലങ്ങളൊക്കെ വളരെ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കരക്കടിപ്പിക്കുകയാണ്. നമ്മൾ ട്രിപ്പിൻ്റെ ടൈം കഴിഞ്ഞു, ഏകദേശം 4:45 ടൈം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആലപ്പുഴ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗത്തിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് ആ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. നമ്മളെ ബാഗ് എടുക്കല്ലേ പോലെ